ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2024 ഏപ്രിൽ മാസത്തിലെ ആനുകാലിക വിവരങ്ങളൊന്ന് നോക്കാം. തീർച്ചയായിട്ടും PSC എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? സ്ട്രോസ്ബർഗ് ആണ്. സ്ട്രോസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് ആണ് ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPTയുടെ സ്രഷ്ടാവുമായ ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യാ മിശ്രയാണ്. പ്രഗ്യാ മിശ്ര. അടുത്ത ചോദ്യം, ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ്. അപ്പോൾ ലോക പുസ്തക ദിനം, അതേപോലെ ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ് ഏപ്രിൽ 2023 ആണ്. ഏപ്രിൽ 2023. അടുത്തത് 2024 ലോക പുസ്തക അല്ലെങ്കിൽ പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നിങ്ങളുടെ വഴി വായിക്കുക, റീഡ് യുവർ വേ എന്നതാണ് 2024 പുസ്തക ദിനത്തിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം, ലോക ഭൗമദിനം എന്നാണത്? ഏപ്രിൽ 22 ലോക ഭൗമദിനം. അതേപോലെ 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം, 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം ഏതാണ്? 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം ഏതാണ്? ഡെവിൾ ധൂമകേതുവാണ്. ഡെവിൾ ധൂമകേതു. അടുത്ത ചോദ്യം, അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് ആരാണ്? അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണത്? നൈമ ഖാത്തൂനാണ്. നൈമ ഖാത്തൂൻ. അടുത്ത ചോദ്യം, അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ഏതാണ്? ആദർശശിലയാണ്. ആദർശശില. അപ്പം അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പേരാണത് ആദർശശില. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം അറിയപ്പെടുന്ന പേരാണ് പൂർവി ലഹർ. പൂർവി ലഹർ. അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന കപ്രി ഐലൻഡ് ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ്. അപ്പോൾ കപ്രി ഐലൻഡ് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം. അപ്പം ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഇക്വഡോറാണ്. ഇക്വഡോർ. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ബാങ്കാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. അടുത്ത ചോദ്യം, 2024 നടക്കുന്ന ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. അപ്പോൾ 2024 നടക്കുന്ന ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉസൈൻ ബോൾട്ടാണ്. ഉസൈൻ ബോൾട്ട്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിൻ്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളിയാണ് സന്തോഷ് വിശ്വനാഥൻ. അപ്പം കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിൻ്റെ ഇന്ത്യൻ റീജിയണൽ മേധാവിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? സന്തോഷ് വിശ്വനാഥനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായതാരാണ്? കൃഷ്ണ സ്വാമിനാഥനാണ്. കൃഷ്ണ സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യം ജപ്പാനാണ്. വിസ ആരംഭിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, 2025 ഇന്ത്യ ലോകത്തെ എത്രാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നാണ് IMF റിപ്പോർട്ടുകൾ പറയുന്നത്? അപ്പം IMFൻ്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് പറയുന്നത്. 4ാമത്തത്. അടുത്ത ചോദ്യം, കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന കിറ്റം ഗുഹ സ്ഥിതി ചെയ്ത രാജ്യം ഏതാണ്? കെനിയയാണ്. കെനിയ. അടുത്ത ചോദ്യം, അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച ഇന്ത്യൻ അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാനമാണ് ബോയിങ് 747. അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യയുടെ വിമാനം ഏതാണ്? ബോയിങ് 747. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാരാണ്? സുധീർ കക്കറാണ്. സുധീർ കക്കർ. അടുത്ത ചോദ്യം, കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എവിടെയാണ്? അത് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ്. ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. അടുത്ത ചോദ്യം, ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്?
ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി. അപ്പം ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ ആരംഭിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ്? പാലക്കാടാണ് കേട്ടോ, പാലക്കാട്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന്റെ പേരിലാണ്, സുനിത വില്യംസ്. അടുത്ത ചോദ്യം, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ്? ഏഷ്യയാണ്. അടുത്ത ചോദ്യം, സഞ്ചാരികൾക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയ ഇറ്റലിയിലെ നഗരമാണ് വെനീസ് നഗരം. സഞ്ചാരികൾക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയ ഇറ്റലിയിലെ നഗരം ഏതാണ്? വെനീസ്. അടുത്ത ചോദ്യം, ദേശീയ പഞ്ചായത്തി രാജ് ദിനമാണ് ഏപ്രിൽ 24. ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24. അടുത്ത ചോദ്യം, ലോക മലേറിയ ദിനം ഏപ്രിൽ 25ആണ്. ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ 25ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യം റൊമാനിയയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റൊമാനിയ. അടുത്ത ചോദ്യം, അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ദുബായ് ആണ്. അണ്ടർ 20 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ദുബായ്. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംവിധായകനാണ്. ഉണ്ണി ആറന്മുള സംവിധായക രംഗത്തെ പ്രശസ്തനാണ് അല്ലേ. അടുത്ത നോക്കിയേ, അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം കുവൈറ്റ് ആണ്. അപ്പോൾ അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ഏതാണ്? കുവൈറ്റ് ആണ്. അതേപോലെ സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകൻ ഹാലി എസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21. അടുത്ത ചോദ്യം, അടങ്ങ് മലയാളി എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ഉണ്ണി ആറാണ്. ഉണ്ണി ആർ. അടുത്ത ചോദ്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണേത്? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. അടുത്ത ചോദ്യം, സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് ഏതാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലസ്കി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരാണ് പാട്രിയറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? ബ്രഹ്മോസ് ആണ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയ സൂപ്പർസോണിക് മിസൈലാണ് ഏത്? ബ്രഹ്മോസ്. അടുത്ത ചോദ്യം, സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജന സംഖ്യയാണ്. സഞ്ജന സംഖ്യയാണ് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടി ആരാണ്? മേരി മിനയാണ്. അടുത്തത്, 2024 ഏപ്രിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അപ്പം കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. അടുത്ത ചോദ്യം, അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരം ഏതാണ്? അൽ ബാഷ കൊട്ടാരമാണ്. അൽ ബാഷ കൊട്ടാരം. അടുത്ത ചോദ്യം, ദൂരദർശൻ TV ചാനലിൻ്റെ ലോഗോയ്ക്ക് നൽകിയ പുതിയ നിറം ഏതാണ്? കാവിയാണ്. കാവി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോടാണ്. ഫിലിം സൊസൈറ്റിയുടെ പേരാണ് ട്രാൻസ് മുദ്ര. അടുത്ത ചോദ്യം, 2024 ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത് വള്ളിക്കുന്നാണ്. വള്ളിക്കുന്ന്. അപ്പം ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ എവിടെയാണ്? വള്ളിക്കുന്നാന്ന് വിചാരിക്കുക. 2024. അടുത്തിടെ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? സജന സജീവൻ മാനന്തവാടിയിലെ വയനാട് ജില്ല, അതേപോലെ ആശാ ശോഭന തിരുവനന്തപുരം. ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിതയാണ് മിന്നുമണി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണെന്ത്? ഓപ്പറേഷൻ മേഘദൂത്. അതിൻ്റെ 40ാമത് വാർഷികമാണ് 2024. അടുത്ത ചോദ്യം, ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേര്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിൻ്റെ പേര് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്പറേഷൻ
ട്രൂ പ്രോമിസ്. അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ കഴിഞ്ഞ 75 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ച രാജ്യം ഏതാണ്? UAE ആണ്. UAE. അടുത്ത ചോദ്യം, 2024 ഏഷ്യൻ ടെലകോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് കെ-ഫോൺ. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി ഏതാണ്? കെ-ഫോൺ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, എന്താണ് കെ-ഫോൺ ഉദ്ദേശം? എല്ലാവർക്കും ഇൻ്റർനെറ്റ് സാധ്യമാക്കുക എന്ന ലക്ഷ്യം, അതാണ് കെ-ഫോണിൻ്റെ ഉദ്ദേശം. അടുത്ത് നോക്കി, അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. റുവാങ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതേപോലെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഓക്കെ. അപ്പോൾ ഇതിനു മുൻപ് ഇന്ദിരാഗാന്ധിയാണ് ആ മാസികയിൽ, ഏതാണ്? ന്യൂസ് വീക്ക് മാസിക, അതിൻ്റെ കവർ പേജിൽ ഇടം നേടിയത്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം ആരാണ്? മേരി കോമാണ്. മേരി കോം. അതേപോലെ 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബിയാണ്. അബുദാബി. അപ്പോൾ 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ഏതാണ്? അബുദാബിയാണ്. അടുത്തത്, കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയുടെ പേരാണ് PM കുസും യോജന. PM കുസും യോജന. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണിത്. ഓക്കെ. അടുത്ത ചോദ്യം, ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ്. ഉദയ് എക്സ്പ്രസ് കോയമ്പത്തൂർ പാലക്കാടാണ് ആദ്യമായിട്ട് ആ ഡബിൾ ഡെക്കർ ഓടിയത്. ഓക്കെ. അടുത്തത്, വ്യാഴത്തിൻ്റെ യൂറോപ്പ എന്ന ഉപഗ്രഹത്തിലേക്ക് ജീവന്റെ സാന്നിധ്യം തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേരാണ് ക്ലിപ്പർ. അടുത്തത്, 2024 പുറത്തുവിട്ട സ്കൈ ടാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഏത്? ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഖത്തർ. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തറാണ്. അടുത്തത്, ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. അതേപോലെ ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ഡിജി യാത്ര. അതേപോലെ ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനമാർക്കാണ്? റഷ്യയ്ക്കാണ്. അടുത്ത ചോദ്യം, പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുക്കീസ്. എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്തം. അടുത്ത ചോദ്യം, ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിൻ്റെ പേരാണ് കവച്. അപ്പോൾ ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിൻ്റെ പേരെന്താണ്? കവച്. അതേപോലെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മെക്കോളാസ് അലക്ന? ആരാണ്? ഡിസ്കസ് ത്രോ. അടുത്ത ചോദ്യം, വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. അപ്പം വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ രൂപകൽപ്പന ചെയ്താരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. അതേപോലെ 2024 കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് ആരാണത്? മലയത്ത് അപ്പുണ്ണി. അതേപോലെ വാർത്തകളിൽ ഇടം പിടിച്ച ഗണപതി വട്ടം ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ്? സുൽത്താൻ ബത്തേരി. അപ്പം സുൽത്താൻ ബത്തേരിൻ്റെ പഴയ പേരാണത് ഗണപതി വട്ടം. അതേപോലെ അടുത്ത ചോദ്യം, കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കാവുന്ന ആഡംബര നികുതി ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പം അതിൻ്റെ പേരാണ്
വലിയ കെട്ടിടങ്ങൾക്ക് വീടുകൾക്കൊക്കെ ഏർപ്പെടുന്ന നികുതി അറിയപ്പെടുന്ന ഇനി പേരെന്താണ്? അധിക നികുതി. അധിക നികുതി എന്ന പേരിലാണ് കേരളത്തിലെ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി അറിയപ്പെടുന്നത്. അതേപോലെ നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. അതേപോലെ അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ വ്യക്തി ആരാണ്? മനോജ് പാണ്ഡെയാണ്. മനോജ് പാണ്ഡെ. 2024 ഏപ്രിൽ ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ വ്യക്തി ആരാണ്? മനോജ് പാണ്ഡെ. അതേപോലെ ഏതു രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ടാണ് ജൂഡിത്ത് സുമിൻവ നിയമിതയായത്? കോങ്കോയാണ്. കോങ്കോ. അതേപോലെ 2024 ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഗമാനെ. ഗമാനെയാണ് 2024 മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാക്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാക്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അതാണ് അരുണാചൽ പ്രദേശാണ്. അതേപോലെ അടുത്ത ചോദ്യം, ലോക ബാങ്കിൻ്റെ ദ്വൈവാർഷിക റിപ്പോർട്ട് പ്രകാരം 1 കോടി പേർ ദാരിദ്ര്യത്തിൻ്റെ വക്കിലുള്ള ഏഷ്യൻ രാജ്യം ആരാണ്? പാകിസ്ഥാനാണത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുക്കുന്നത് ശീതൽ ദേവിയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ശീതൽ ദേവി. അതേപോലെ ഏത് അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ചത്? അരിസോണയാണ്. അരിസോണ. അതേപോലെ US വെച്ച് കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന കാര്യവും ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് വർക്കലയാണ്. സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? വർക്കല. അടുത്ത ചോദ്യം, താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡിട്ടത് 2024 മാർച്ചാണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഇസ്രായേൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി ബംഗാളിൽ CPM അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അവതാരകയാരാണ്? സമത. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി ബംഗാളിൽ CPM അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരികയാണ് ആര്? സമത. അതേപോലെ തെക്കൻ കേരളത്തിൽ തീരങ്ങളിലുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസമാണെന്ത്? കള്ളക്കടൽ പ്രതിഭാസം. അതേപോലെ 2024 ഏപ്രിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. അപ്പോൾ 2024 ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. അതേപോലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ നൊമാസ്പീസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? അത് പല്ലിയാണ്. അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് നോ യുവർ കാൻഡിഡേറ്റ്. അപ്പം നോ യുവർ കാൻഡിഡേറ്റ്. അതേപോലെ 2024 മാർച്ചിൽ അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഏതാണ്? സിനിമയാണ്. അതേപോലെ അടുത്ത ചോദ്യം, അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായമാണ് ഹിൽ ഇന്ത്യ. ഏപ്രിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ബിൽ പാസാക്കുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായി മാറിയത് ഏതാണ്? തായ്ലൻഡാണ്. തായ്ലൻഡ്. അടുത്ത ചോദ്യം, കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി. കൊല്ലത്തിലെ ശെന്തുരുണിയാണ് തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സ്ഥലം. അടുത്തത്, നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആചരിച്ചത്? ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആചരിച്ചത്. അടുത്ത ചോദ്യം, ഏപ്രിൽ നാശം വിധിച്ച കാത്തലീൻ കൊടുങ്കാറ്റ് ഏത് രാജ്യത്താണ് വീശിയത്? ഏതാണ്? ബ്രിട്ടനിലാണ് 2024 നാശം വിതച്ചത്. ഏതാണ്?
കാത്ലീൻ കൊടുങ്കാറ്റ്. കാത്ലീൻ എന്ന് പറഞ്ഞ കൊടുങ്കാറ്റാണ് 2024 ഏപ്രിൽ ബ്രിട്ടനിൽ നാശം വിധിച്ചത്. അതേപോലെ നോക്കി, ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരവതാനി നിരോധിച്ച ഏഷ്യൻ രാജ്യം പാകിസ്ഥാനാണ്. അപ്പം ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. അതേപോലെ ലോകത്തെ അതിസമ്പന്നരുടെ ഫോക്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിതയാരാണ്? സാറ ജോർജ് മുത്തൂറ്റാണ്. സാറ ജോർജ് മുത്തൂറ്റ്. അപ്പം ഈ ഗ്രൂപ്പിലെ ഒന്നാമത്തെ ആളാണ് യൂസഫ് അലിയാണ് അല്ലേ. അടുത്ത് നോക്കൂ, 2024 ഏപ്രിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏതു മേഖലയിലാണ് നോബൽ സമ്മാനം നേടിയത്? സാമ്പത്തിക ശാസ്ത്രം. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് നൽകുന്ന സമ്മാനത്തുക എത്രയാണത്? $50,000 ആണ്. $50,000. അപ്പോൾ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് നൽകുന്ന സമ്മാനത്തുക എത്രയാണ്? $50,000 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനാണ് നിഖിൽ കാമത്ത്. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യമേതാണ്? തായ്വാനാണ്. അടുത്ത ചോദ്യം, മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമേതാണ്? സിയറ ലിയോണ. അടുത്ത ചോദ്യം, പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇടവേള ബാബു. അതേപോലെ 2024 ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 75ാമത്തെ വാർഷികമാണ്. അതേപോലെ പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അതേപോലെ നാറ്റോ രൂപീകരണത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിച്ചത് അല്ലെങ്കിൽ ആഘോഷിച്ചത്? 75ാമത്തെ വാർഷികമാണ്. രൂപീകരിച്ചതാണ് 49 ഏപ്രിൽ 4 അല്ലേ. ഓക്കെ, നിലവിലെ അംഗരാജ്യങ്ങൾ 32. റിസർവ് ബാങ്കിൻ്റെ 90ാം വാർഷികത്തിൻ്റെ സ്മാരകമായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? എത്രയാണ്? 90 രൂപയുടെ നാണയം പുറത്തിറക്കിയത് അല്ലേ. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 1935. അതേപോലെ ലോകത്തിൽ ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ്? പാലി, രാജസ്ഥാനിലാണ് ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് എവിടെയാണ്? IIT ബോംബെ ആണ്. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അത് ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനമാണ് BBC. അപ്പോൾ ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കാനായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ മാധ്യമം ഏതാണ്? BBC ആണ്. പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായുള്ള പദ്ധതിയുടെ പേരാണ് ഹാറ്റ്സ്. അപ്പോൾ പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുള്ള പദ്ധതിയുടെ പേരാണെന്ത്? ഹാറ്റ്സ്. അതേപോലെ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായതെന്നാണ്? 2024 ഏപ്രിൽ 8 അടുത്തിടെ പുറത്തിറങ്ങിയ കാഴ്ചയുടെ തന്മാത്രകൾ ആരുടെ പുസ്തകമാണ്? ബ്ലസ്സിയുടെ പുസ്തകമാണ്. അപ്പോൾ കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് ബ്ലസ്സി എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? കാഴ്ചകളുടെ തന്മാത്രകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് ആടുജീവിതം.